Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞു കേട്ടോ. Prayer. Yes, ma'am. Happy morning to all. Let us begin today's class with a prayer. Dear Lord, we invite your presence into our classroom. Lord, bless each student here as well as our teacher as we embark on another day of learning. Please give us clear minds and open hearts so we can grasp the knowledge and lessons set before us. Thank you. Thank you. Signing and തുടർച്ചയാ കേട്ടോ. I would like to welcome Aparna ma'am and all my friends in today's online section. Thank you. Today's thought, you have to grow from the inside out. None can teach you, none can make you spiritual. There is no teacher but your own soul, taught by Swami Vivekananda. Welcome, ma'am. Okay, welcome all. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ ടൈം എക്സാം? ടൈം 1 എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു മാം. മോക്ക് ടെസ്റ്റിന്റെ ഒക്കെ കുറെ അതുപോലെയൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആയിരുന്നില്ലല്ലോ അവർ എക്സാം പേടിയൊക്കെ മാറിയോ? എക്സാമിനോടുള്ള ഭയങ്കര പേടിയായിരുന്നില്ല ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കയറിയപ്പോ. ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഇതൊക്കെ മാറിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഓൺലൈൻ എക്സാമുകൾ വരുമ്പോ അറ്റൻഡ് ചെയ്യാനായിട്ട് കോൺഫിഡന്റ് ആയിരിക്കില്ലേ? അതെ മാം. അത്രേ ഉള്ളൂ. നമ്മൾ ടൈം 1 എക്സാം കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു എക്സാമിനോടുള്ള പേടിയൊക്കെ ഫുള്ളായിട്ട് എന്ത് ചെയ്യും? മാറും. നമ്മൾക്ക് നമ്മളുടെ എന്താണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആണ് ട്ടോ. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഞാൻ ഡിസ്കസ് ചെയ്തത് ഏത് ടോപ്പിക്കാന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെ ടോപ്പിക്കായിരുന്നു നമ്മൾ പാർട്ട് 4 ഡിസ്കസ് ചെയ്തത്? Good manners, supervision and reporting, man and environment. അല്ലേ? man and environment കംപ്ലീറ്റ് ആക്കിയില്ലേ? എന്ത് പറ്റി? ഈ 3 ചാപ്റ്റേഴ്സ് എടുത്തില്ലേ? ഓർമ്മയില്ലേ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ 3 യൂണിറ്റ് ലാസ്റ്റ് 3 യൂണിറ്റ്സ് പാർട്ട് 4 ലാസ്റ്റ് 3 യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? പൊല്യൂഷൻ, ചെയ്തു മാം. ഗുഡ് മാനേഴ്സ്, സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ അല്ലേ? സോ ഇനി നമ്മള് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ഈ ഒരു പാർട്ടിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇനി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ആണ് ആ ഒരു ടോപ്പിക്കിന്റെ പേര്. യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ക്ലാസ് തുടങ്ങുന്നതിന്? നമുക്കിനി മെറ്റീരിയൽസ് ടു ബി മെയ്ഡില് കുറച്ച് സംഭവങ്ങളോടെ ഉണ്ടാക്കാനുണ്ടല്ലോ. അത് മാം എങ്ങനെ പറയുമോ അതോ നമ്മള് ഉണ്ടാക്കിയാൽ മതിയോ? ലിസ്റ്റ് തന്നിട്ടുണ്ടോ മെറ്റീരിയൽസ് ടു ബി മെയ്ഡ്? ഉണ്ട്, തന്നിട്ടുണ്ട് മാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു ധാരണ കിട്ടൂലേ ചെയ്യാനായിട്ട്? അതെ. എംടി വർക്ക്സ് എന്ന് പറഞ്ഞല്ലേ സേവ് ചെയ്തിരിക്കുന്നത്? ആണോ? ഓക്കെ.
ഒന്ന് കേട്ടോ. ഒന്ന് ഓക്കെ കേട്ടാ. അപ്പൊ ഞാനേ ആ ലിസ്റ്റ് ഒന്ന് എടുത്താണ്. അങ്ങനെ ആ ലിസ്റ്റില് നമുക്ക് മെറ്റീരിയൽസ് ടു മേഡില് ഫസ്റ്റ് ഓഫ് ഓൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഫസ്റ്റത്തെ മെറ്റീരിയൽ കംപ്ലീറ്റ് അല്ലേ എല്ലാവരുടെയും? വേർഡ് റീഡിംഗ് കാർഡ് കംപ്ലീറ്റ് അല്ല അല്ലേ? Then picture reading card complete അല്ല. കളർ ടാബ്ലറ്റ്സ്, കളർ കാർഡ്സ് ഓർ കളർ ടാബ്ലറ്റ്സ്, അതിൽ നിങ്ങൾ കളർ ടാബ്ലറ്റ്സ് മാത്രം ചെയ്താൽ മതി. കളർ ടാബ്ലറ്റ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. വേർഡ് റീഡിംഗ് കാർഡും പിക്ചർ റീഡിംഗ് കാർഡും നിങ്ങൾ ജിഷ മിസ്സിന്റെ അടുത്ത് ചോദിക്കുക. കളർ ടാബ്ലറ്റ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. Okay. അത് വേർഡ് റീഡിംഗ് കാർഡ് കുറച്ച് എന്താ പറയുക കൺഫ്യൂസിംഗ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കളർ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസിൽ നമുക്ക് കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കളറിംഗ് ബോക്സ് 3 ടൈപ്പ് കളറിംഗ് ബോക്സ് ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ടേർഷ്യറി ഇതാണ് കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ടേർഷ്യറി. ഓക്കെ, ഉണ്ട്. ഓക്കെ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി കാണാൻ പറ്റുന്നില്ല അല്ലെ? ഞാൻ എടുത്തു. 1 മിനിറ്റ് ഷെയർ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി കേട്ടോ. അങ്ങനെ 3 ഇതാണുള്ളത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോ? പ്രാക്ടീസിന്റെ റെക്കോർഡ് ചെയ്തു തുടങ്ങിയോ? ഏതാ മിസ്? 5th റെക്കോർഡ്, മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ്. അപ്പാരറ്റേഴ്സ് എഴുതി തുടങ്ങി സർ. അതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ, എഴുതാനായിട്ടും പഠിക്കാനായിട്ടും വരുന്നുണ്ട്. നമുക്ക് കളർ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ബോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈമറി ബോക്സ്, സെക്കൻഡറി ബോക്സ്, ടേർഷ്യറി ബോക്സ്. പ്രൈമറി ബോക്സിൽ 3 കളേഴ്സാണ് വരുന്നത്, റെഡ്, ബ്ലൂ, യെല്ലോ. ടേർഷ്യറി എന്ന് പറയും, സെക്കൻഡറി എന്ന് പറയുമ്പോൾ 11 കളേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റെഡ്, പിങ്ക്, യെല്ലോ, വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, പിന്നെ വരുന്നത് ഗ്രേ ആണ്, പിന്നെ ഗ്രീൻ, ഓറഞ്ച്, വയലറ്റ്, സോറി ഗ്രേ കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത്? ബ്രൗൺ ആണ് വരുന്നത്. അങ്ങനെ കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി ചെയ്യാനാണ് പറയുന്നത്. സെക്കൻഡറി കളർ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ കളർ ടാബ്ലറ്റ്സ് ചെയ്യാനാണ് പറയുന്നത്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വുഡൻ ബോക്സ് അവൈലബിൾ അല്ല അല്ലെ? എല്ലാവർക്കും വുഡൻ ബോക്സ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ്, ഇതേപോലത്തെ കാർഡ്ബോർഡ് ബോക്സ് കിട്ടുകയാണെങ്കിൽ അതിൽ ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്നും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? സോ ഇതില് നമുക്ക് 11 കളേഴ്സ് ആണ് വരുന്നത്.
ഒരു കളറിന്റെ തന്നെ 2 പെയർ വരും. ഒരു കളറിന്റെ തന്നെ 2 പെയേഴ്സ് വരുന്നുണ്ട്. ഈ കളർ ടാബ്ലറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻലി പറയുകയാണെങ്കിൽ എന്താണ്, അത് 2 സൈഡിലായിട്ട് വുഡൻ പീസ് വെച്ചിട്ടുണ്ട് അല്ലെ. കളർ പേപ്പേഴ്സ് എല്ലാവർക്കും കിട്ടുമല്ലോ അല്ലെ. കളർ പേപ്പേഴ്സ് കിട്ടും. കളർ പേപ്പേഴ്സ് നമുക്ക് ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുത്ത് അത് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാർഡ്ബോർഡ് ബേസ് ആയിട്ട് കൊടുത്തിട്ട് ആ ഒരു കളർ ബോക്സ് നമ്മൾ എന്ത് ചെയ്യും, കളർ പേപ്പർ എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ആ കാർഡ്ബോർഡിൽ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഗ്ലൂ ഉണ്ടല്ലോ, ഗ്ലൂ യൂസ് ചെയ്യരുത്. ഓക്കെ, ഗ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഗ്ലൂ യൂസ് ചെയ്താൽ കളർ ഷെയ്ഡ് ആവും. മനസ്സിലായോ? ഈ കളർ ഷെയ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് കളർ പേപ്പേഴ്സിന്റെ ക്വാളിറ്റിയും അതനുസരിച്ച് വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 5 rupees ഒക്കെ വരുള്ളൂ ഒരു കളർ ഷീറ്റിന്. നമ്മള് ബുക്ക് സ്റ്റോളിൽ ചോദിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ പേപ്പേഴ്സ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, ഒരു കളർ പേപ്പർ വാങ്ങിക്കാം, നമ്മളത് കാർഡ്ബോർഡിൽ പേസ്റ്റ് ചെയ്യാം. കാർഡ്ബോർഡിൽ കറക്റ്റ് ആയിട്ട് നമ്മളത് എന്താ പറയാ, ടാപ്പ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നമ്മള് സെലോ ടേപ്പ് ചെയ്യാം. കാണാത്ത രീതിയിൽ 2 സൈഡ് നമുക്ക് കുട്ടികൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മളിത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ആ വുഡൻ പീസ് സൈഡിൽ വരുന്നത്. കാണുന്നുണ്ടോ? ആ വുഡൻ പീസുകൾ കണ്ടോ നിങ്ങള്? അത് സൈഡിൽ വരുന്നത് എന്താണ്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്, ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട്. അല്ലെ നമ്മൾ നടുക്ക് പിടിക്കുകയാണെങ്കിൽ കളർ ഷെയ്ഡ് ആയി പോകും. നമ്മൾ കുറെ കുട്ടികൾ എടുത്ത് ചെയ്യുമ്പോൾ കളർ ഷെയ്ഡ് ആയി പോകും. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ കളർ പേപ്പേഴ്സ് കുട്ടികളുടെ കയ്യിലാവും അല്ലെ. കയ്യിലേക്ക് ആ ഒരു കളർ ഷെയ്ഡ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് ആ വുഡൻ പീസ് സൈഡിൽ വെക്കാനായിട്ട് പറയുന്നത്. ഈ വുഡൻ പീസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല അല്ലെ. അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഐസ്ക്രീമിന്റെ ഒരു സ്റ്റിക്ക് ഇല്ലേ, നമ്മള് പണ്ടൊക്കെ ഐസ്ക്രീം ഏതാണ് നമ്മള് ചോക്കോബാറൊക്കെ കണ്ടിട്ടുണ്ടോ? ആ സ്റ്റിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു പീസ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് 2 സൈഡിലും വെക്കുക. അപ്പൊ നമുക്ക് ഗ്ലൂവോ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. നടുക്ക് നമുക്ക് ആ കളർ ഷെയ്ഡ് ആവാത്ത രീതിയിൽ അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ മാം, അപ്പൊ ഈ കാർഡ്ബോർഡിന്റെ സൈഡില് ഇത് ഫുൾ കളർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഈ സ്റ്റിക്ക് ചെയ്താൽ മതിയാവോ? ഇനി സ്റ്റിക്ക് അവൈലബിൾ അല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ? ഇല്ലേ, മേ ബി സ്റ്റിക്ക് അത്രയും അവൈലബിൾ അല്ല എന്ന് വിചാരിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയേ, ആ ഷെയ്ഡ് കുട്ടികളുടെ കയ്യിലാവാൻ പാടില്ല. അതിന് പകരം നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നത് നിങ്ങൾ നോക്കാം. ചില കുട്ടികള് അത് സ്റ്റിക്ക് മിക്കവർക്കും അവൈലബിൾ ആവാറുണ്ട്. എന്നിരുന്നാലും എന്താണ്, ചില കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാറുണ്ട്. കാർഡ്ബോർഡ് മേളിലോ ടച്ച് ചെയ്യുന്ന കളർ ഷെയ്ഡ് ആവില്ല. നിങ്ങൾ നോക്കാം, നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, കളർ ടാബ്ലറ്റ്സ് ഓക്കെ ആണോ? ക്ലിയർ ആണ്. അടുത്ത മെറ്റീരിയൽ ഏതാന്ന് നോക്കട്ടെ കേട്ടോ, 1 minute. അതിൽ കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് കേട്ടോ നിങ്ങൾ ചെയ്യാൻ പറയുന്നത്. 2 പീസസ് വേണം. ഒരു കളറിന് തന്നെ 2 പീസ്. കാരണം നമ്മൾ യെല്ലോ എന്നെടുത്ത് കാണിക്കുമ്പോൾ കുട്ടികളോട് പറയണം അതിൽ നിന്ന് യെല്ലോ എന്ന് പറയുന്ന കളർ പിക്ക് ചെയ്യാനായിട്ട്. കുട്ടിയും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, യെല്ലോ എന്ന് പറയുന്ന കളർ പിക്ക് ചെയ്യും. നമുക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് പറ്റും 2 പീസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അവർക്ക് ആ ഒരു മനസ്സിലാക്കാനൊക്കെ പറ്റും. നെക്സ്റ്റ് മെറ്റീരിയൽ നോക്കട്ടെ 1 minute. അപ്പൊ മൊത്തത്തിൽ 22 പീസ് വേണ്ടി വരില്ലേ മിസ്സേ? 11 20 പീസ് ആടാ. 10 ചെയ്യേണ്ടത്. അതിനെ കുറിച്ചും ക്ലാരിറ്റി ജിഷാ മിസ് തരും കേട്ടോ. ഓക്കെ, പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ചെയ്തു. ബീറ്റ് സ്ട്രിങ് ചെയ്തോ? മാം, ചെയറും സ്ട്രിങ്ങും രണ്ടും ചെയ്യണം? ഇല്ല, ബീച്ച് പിരമിഡ് ചെയ്യുന്നില്ലേ നിങ്ങൾ? ബീച്ച് പിരമിഡ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ബീച്ച് പിരമിഡ്, അതെ സോറി, അത് മതി. സ്ട്രിങ് എന്ന് പറയുമ്പോൾ ബീറ്റ്സുകൾ, ഇപ്പൊ 1 എന്ന് പറയുന്ന ബീറ്റ്സുകൾ, പിന്നെ 9 വരെ 1 to 9 വരെയുള്ള ബീറ്റ്സുകൾ ഒരുമിച്ച് അറേഞ്ച് ചെയ്തിട്ടല്ലേ ബീച്ച് സ്ട്രിങ് വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ അന്ന് ഡെമോൺസ്ട്രേഷന്റെ ഒക്കെ സമയത്ത് നിങ്ങൾ വന്ന് ഓക്കെ കണ്ടില്ലേ? ബീച്ച് സ്ട്രിങ് എന്ന് പറയുന്നത് ആ ഒരു കോമ്പിനേഷനാണ്. പിരമിഡ് ചെയ്താൽ മതി. ഓക്കെ,
ഫിലിമിഡ് ആവുമ്പോഴുള്ള ഒരു മെറിറ്റ്സ് ഞാൻ പറയാം, അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവില്ല. ബീറ്റ് സ്ട്രിങ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും അല്ലേ? ചാൻസ് ഇല്ല, മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അത്രയും വരെ ചെയ്തല്ലേ. മാസ്ക് ഓഫ് യുവർ ചോയ്സ് ചെയ്തിട്ടുണ്ടോ? കളറ്, ഈ കളർ ടാബ്ലറ്റ്സിന്റെ നിങ്ങൾക്ക് മോണ്ടിസോറി അപ്പാരറ്റൈസ് എന്ന് പറയുന്ന 5th റെക്കോർഡിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കളേഴ്സ് കിട്ടും. ഓക്കെ, മാസ്ക് ഡോൾ ചെയ്തിട്ടുണ്ടോ? ഡോൾ മേക്കിംഗ് യൂസിങ് അത് ചെയ്തിട്ടില്ല. സ്നേക്ക് ചെയ്തിട്ടുണ്ടോ? സ്നേക്ക് ഇനി ക്രാഫ്റ്റ് ഐറ്റംസ് ഓഫ് യുവർ ചോയ്സ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റും ചെയ്തിട്ടില്ല അല്ലെ? മാസ്ക് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് തന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു പേജിലേക്ക് പോകേണ്ടി വരും. ഡോൾ മേക്കിംഗ് സ്പോഞ്ച് ആണ്. പണ്ട് നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഡോളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? സ്പോഞ്ച് ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ? സ്പോഞ്ച് വാങ്ങിക്കുന്നു, നമ്മളുടേതായ രീതിക്ക് എന്ത് ചെയ്യുന്നു, ഡോളൊക്കെ മേക്ക് ചെയ്യുന്നു അല്ലെ? ഓക്കെ, അപ്പോ അത് തന്നെയാണ്, സിമ്പിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഡോളൊക്കെ മേക്ക് ചെയ്യുന്നത്. 1 മിനിറ്റ് നിങ്ങളുടേതായ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോൾ മേക്ക് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഇത് പോയല്ലേ? കാണാൻ പറ്റുന്നില്ല പ്രസന്റേഷൻ? ആ, ഒരാൾ സ്പോഞ്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ശംന വാങ്ങിച്ചിട്ടുണ്ട്, അത് ചെയ്ത് തുടങ്ങിയില്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ലല്ലോ. ജസ്റ്റ് അത് ലിസ്റ്റിൽ കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് എനിക്ക് എത്ര രൂപ സ്പോഞ്ചിന്? അധികം പൈസ ഒന്നായില്ലല്ലോ. ചെറിയ പൈസയേ ഉള്ളൂ. ഓക്കെ, നിസ്സാരമുള്ളൂ കേട്ടോ. ഒരു സ്പോഞ്ച് വാങ്ങിക്കാം, അത് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇമേജ് ഇതേപോലെ നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ ഒക്കെ വരുന്നത്. ഓക്കെ, നിങ്ങളുടേതായ ഉള്ളിൽ നിന്ന് അത് വരണം അല്ലെ? ഉള്ളിൽ നിന്ന് ആ ഒരു ഐഡിയാസും കാര്യങ്ങളും വരണം. നിങ്ങളുടേതായ ക്രിയേറ്റീവ് ഐഡിയകൾ ചെയ്യൂലേ? ഓക്കെ, ദെൻ കുഞ്ഞി ഡോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞി ഡോട്ട്സ് കണ്ടോ, സിമ്പിൾ ആണ്. ചെറിയൊരു സ്പോഞ്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കണേ കാണാൻ പറ്റുന്നില്ലേ? മിസ് എത്രണ്ണം ചെയ്യണം? ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതി. നിങ്ങൾക്ക് ഇഷ്ടം ഇത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചെയ്യാനൊക്കെ തോന്നും. നിങ്ങളുടെ ഇഷ്ടം എല്ലാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്നേക്ക് മേക്കിംഗ് യൂസിങ് ഓൾഡ് സോക്സ് യൂസ് ചെയ്ത് സ്നേക്കിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ആക്ടിവിറ്റി. സിമ്പിൾ അല്ലേ? ഒരു ബ്ലാക്ക് കളറിലെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ബ്ലാക്ക് കളറിലെ സോക്സ് പഴയത് എടുക്കാം. അതിന് ഒരു സ്നേക്കിന് എന്താണ്, സ്നേക്കിന്റെ ടങ് കൊടുക്കുക, ഐ കൊടുക്കുക. ഓക്കെ, സ്നേക്ക് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ലേ? നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഞാനത് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യണല്ലോ. സോക്സിന്റെ ഉള്ളില് ഫില്ലിങ്സ് ഒക്കെ ചെയ്തിട്ടല്ലേ നമുക്ക് നീളത്തില് വേണമെങ്കിൽ സ്പോഞ്ച് ഒക്കെ നമുക്ക് ഉള്ളില് ഇൻസേർട്ട് ചെയ്യാം. സോക്സിന്റെ ഉള്ളില് കാണിച്ചെന്നോ? അത് കാണിച്ചെന്നോ? അതെ, ഞാനത് കാണിച്ചു തന്നു. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യും. നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ ഡെവലപ്പ് ചെയ്യില്ല, അതുകൊണ്ടാണ് പ്രശ്നം. നിങ്ങൾ ഞാൻ കാണിച്ചല്ലേ, നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയാസ് ചെയ്യോ? ഇത് തോന്നുന്നു പറ്റുമെന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടാ. ഇനി എനി ക്രാഫ്റ്റ് ഐറ്റം ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാനായിട്ടുള്ളതല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ വീട്ടില്, ക്രാഫ്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യില്ലേ? അതേപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചാണ് എന്നോടൊരു ക്രാഫ്റ്റ് ഐറ്റംസ് എന്ത് ചോയ്സ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്യുന്നത് ചിലപ്പോ ഡ്രീംസ് ക്യാച്ചർ എന്ന് പറയുന്നൊരു സംഭവം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡ്രീംസ് ക്യാച്ചർ ആയിട്ടും ചെയ്യുന്നത്. അതേപോലെ ഗ്ലാസ് പെയിന്റ്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലാണോ? ഗ്ലാസ് പെയിന്റിങ്സ്, ബോട്ടിൽ പെയിന്റിങ്, അങ്ങനെയുള്ള ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ നമ്മളുടെ? ബോട്ടിൽ ആർട്ട് അതൊക്കെ ബോട്ടിൽ ആർട്ട് നമ്മുടെ
നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരു ക്രാഫ്റ്റ് ഐറ്റം, എനി ക്രാഫ്റ്റ് ഐറ്റം ഓഫ് യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സ്. അതെല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല കേട്ടോ. എനിക്കിപ്പോ ഗ്ലാസ് പെയിന്റിംഗ് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുള്ളൂ. നിങ്ങളുടേതായ ചോയ്സ് എല്ലാവർക്കും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ക്രാഫ്റ്റ് ഐറ്റം ചെയ്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിന്. ഓക്കെ. ഇനി ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ റീയൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കാം. ചിലപ്പോ പ്ലാസ്റ്റിക്കിന്റെ എന്താ പറയാ, പ്ലാസ്റ്റിക്കിന്റെ കവർ യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്നവരുണ്ട്. മേ ബി നമ്മള് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, നമ്മള് കോക്കനട്ടിന്റെ ഷെല്ലില്ലേ, അത് യൂസ് ചെയ്തിട്ട് ബൗള് ചെയ്യുന്നതുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടതാ, കോക്കനട്ടിന്റെ ബൗൾ യൂസ് ചെയ്തിട്ട്, സോറി കോക്കനട്ടിന്റെ ഷെല്ല് യൂസ് ചെയ്ത് നല്ലൊരു ബൗൾ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് ഇഷ്ടമായി കണ്ടിട്ട്, നല്ല ഭംഗിയുണ്ട്. കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ബൗള്. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യണമെന്നില്ല ഞാൻ പറഞ്ഞത്, അതൊരു ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞത്. ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടില് മേ ബി ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ പോയി വിചാരിക്കുക. ആ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു പേനൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ, ഒരു അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ചെയ്യാം. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മളത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെറ്റീരിയൽ ചെയ്യാം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ ഒന്നോ രണ്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ചിലപ്പോ എന്നെ സംബന്ധിച്ച് ചിലപ്പോ എനിക്ക് പ്ലാസ്റ്റിക് കവറുകൾ കുറച്ച് അവൈലബിൾ ആണ്, ഞാൻ അത് യൂസ് ചെയ്തിട്ടായിരിക്കും ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മെറ്റീരിയൽസിൽ നിന്ന് നിങ്ങൾക്ക് അതൊന്നും കൂടി നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്പർ വേലും പിക്ചർ വേലും അശ്വതി മിസ് പറഞ്ഞു തന്നിട്ടില്ലേ? ഡിഫറെന്റ് ഷേപ്പ് ഓഫ് ട്രയാങ്കിൾസ്, അത് പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട്, ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ട്രയാങ്കിൾസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ പ്രാക്ടിക്കൽ ക്ലാസ്സിന്, ഡെമോൺസ്ട്രേഷന്റെ സമയത്ത്. ഐസോസിലസ് ട്രയാങ്കിള്, ഇക്വിലാറ്ററൽ ട്രയാങ്കിള്, അങ്ങനെ ഒത്തിരി ട്രയാങ്കിൾസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ ട്രയാങ്കിൾസിന്റെ ഷേപ്സ് കട്ട് ചെയ്തെടുക്കാം, കട്ട് ചെയ്യാനാണ്, ഷേപ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടത് ഓർമ്മയുണ്ടോ? നമ്മള് ട്രയാങ്കിൾ ഷേപ്സ് വരുന്ന ട്രയാങ്കിൾസ് എന്താണ് അത് കണ്ടില്ലേ? അതേപോലത്തെ ട്രയാങ്കിൾസ് വേണ്ടി നിങ്ങൾക്ക് ചാർട്ടാണ് കംഫർട്ടബിളി ചാർട്ട് ചെയ്യാം. അല്ല നമ്മളത് കട്ട് ചെയ്ത് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, കണ്ടെത്താം. നമുക്ക് പറ്റുന്ന ട്രയാങ്കിൾസുകളൊക്കെ ചെയ്യാം. ജോമെട്രിക്കൽ ഷേപ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു നമ്മളുടെ സ്പിയർ, സിലിണ്ടർ, റെക്ടാങ്കുലർ പ്രിസം, ട്രയാങ്കുലർ പ്രിസം ഓർമ്മയുണ്ടോ? ഓക്കെ, ഞാനത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ട് ജോമെട്രിക്കൽ ഷേപ്സിന്റെ ചാർട്ടാണ് അവിടെ പറയുന്നേ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതില് ചാർട്ടിൽ വരക്കാനാണോ മാം? ആ, ചാർട്ടിൽ വരച്ചാൽ മതി കേട്ടോ. ചാർട്ടിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് വരയ്ക്കാൻ പറ്റുമോ നോക്കുക കേട്ടോ. ഷേപ്സ് കേട്ടോ, നിങ്ങൾ ഒരു ഇമേജ് എടുത്ത് നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഷേപ്സ് വരയ്ക്കാം.
മെയിൻ ആയിട്ട് ഇതാണ്. ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ചെയ്യട്ടാ, പറ്റുമായിരിക്കും. ഇനി വരയ്ക്കണമെന്നൊക്കെ നോക്കി ചെയ്യാട്ടാ. ക്ലിയർ ആണല്ലോ അത് ജോമെട്രിക്കൽ ഷേപ്സ്? മാം ഇതിന്റെ പിക്ചേഴ്സ് കിട്ടുകയാണെങ്കിൽ വെട്ടി ഒട്ടിച്ചാലും പോരെ? ഓക്കെ, പക്ഷെ വരയ്ക്കാൻ ശ്രമിച്ചു നോക്കും ആദ്യം. ശ്രമിച്ചു നോക്കട്ടാ, ശ്രമിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും. ദെൻ ആൽഫബറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ടോ? നമ്പർ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ഫ്രെയിംസ് ചെയ്തിട്ടുണ്ടോ? ഡ്രസ്സിംഗ് ഫ്രെയിംസ്. ദെൻ സെൻസ് ഓർഗൻസിന്റെ കാർഡ്സ് ചെയ്തിട്ടുണ്ടോ? സെൻസ് ഓർഗൻസിന്റെ കാർഡ്സ് ചെയ്തിട്ടുണ്ടോ? ഹെൽത്തി ഹാബിറ്റ്സിന്റെ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? സാധാരണ 20 മെറ്റീരിയൽസിൽ ഞാൻ മേടിയ ഒരു 10 മെറ്റീരിയൽസ് ആണ് സാധാരണയായിട്ട് പറയാറ്, കുട്ടികൾക്ക് കൊടുക്കാറ് കേട്ടോ. എന്റെ ഞാനായിട്ട് കൊടുക്കാറ്, ബാക്കി ഓരോ ടീച്ചേഴ്സ് ആണ് കൊടുക്കാറ് കേട്ടോ. അപ്പോ നിങ്ങൾ ഏതായിരുന്നു വേർഡ് റീഡിംഗ് കാർഡും പിക്ചർ റീഡിംഗ് കാർഡും ഒക്കെ ജിഷാൻസ് പറഞ്ഞുതരും. വേറൊന്നും ഇല്ലല്ലോ നീ അല്ലെ? ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലേ? ഇനി പെൻഡിങ് ഉള്ള വർക്കിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടല്ലോ. അതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങളുടേതായ ചോയ്സിലാണ് ഏത് ഡോൾ മേക്കിംഗ്, സ്നേക്കിനെ മേക്ക് ചെയ്യുന്നത്, ക്രാഫ്റ്റ് ഐറ്റംസ്, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ദെൻ ജോമെട്രിക്കൽ സോളിഡ്സ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ ജോമെട്രിക്കൽ സോളിഡ്സിന്റെ പേരും ദെൻ അതിന്റെ ആ ഒരു ഷേപ്പും വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ദെൻ പിന്നെ ഏതാ ഞാൻ പറഞ്ഞത് കളർ ടാബ്ലറ്റ്സ് അല്ലെ, അത് മാത്രമല്ലേ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കളർ ടാബ്ലറ്റ്സ് ചെയ്തോ കേട്ടോ. ഓക്കെ അല്ലേ? ഫൈനൽ എക്സാം ഏകദേശം ഏത് മാസമായിരിക്കും അറിയുക? ജൂലൈ, ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ കഴിയും. ഓഗസ്റ്റ് കഴിഞ്ഞ ഏതാ മാസം? സെപ്റ്റംബർ ഒക്കെ ആവും ആയിരിക്കും. എന്ത് ചെയ്യും? ഓക്കെ, മേ ബി കേട്ടോ, മേ ബി ചിലപ്പോ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവാം. മേ ബി ഓഗസ്റ്റിനോട് അടുത്ത് വരാം. അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നിങ്ങൾക്ക് എന്തായാലും ഇൻഫർമേഷൻ വരും കേട്ടോ. ഫൈനൽ എക്സാമിന് ഒരു 1 month മുമ്പായിട്ട് ഒരു ഇൻഫർമേഷൻ വരും. മാം ഫൈനൽ എക്സാം എത്ര എണ്ണമായിരിക്കും? ഫൈനൽ എക്സാം നമുക്ക് ടോട്ടല് നമുക്ക് ഡിപ്ലോമ കുട്ടികൾക്ക് 7 പേപ്പേഴ്സ് ആണ് വരുന്നത്. മൊഡ്യൂൾ 2 ഇൻക്ലൂഡിങ് 7 പേപ്പേഴ്സ് ആണ് വരുന്നത്. പാർട്ട് 1 ഒരു പേപ്പർ, പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പറും. അപ്പൊ 3 പേപ്പർ ആയില്ലേ? മനസ്സിലായോ? നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നായിരുന്നല്ലോ പാർട്ട് 2 പഠിച്ചത്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 3 പേപ്പർ അവിടെ വരും. അങ്ങനെ പാർട്ട് 3യിലും ചെറിയൊരു ഡിവിഷൻ ഉണ്ട്, പാർട്ട് 4 ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു 6 പേപ്പേഴ്സ് നമുക്ക് മൊഡ്യൂൾ 1ൽ നിന്ന് അല്ലേ, മൊഡ്യൂൾ 1ൽ നിന്ന് 6 പേപ്പേഴ്സ്, ദെൻ മൊഡ്യൂൾ 2ൽ നിന്ന് ഒരു 1 പേപ്പർ, ഇംഗ്ലീഷിൽ ഒരു പേപ്പറും കൂടെ ആകുമ്പോൾ 7 പേപ്പേഴ്സ് ആണ് ഡിപ്ലോമ കുട്ടികൾക്കുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ? വേറൊന്നും മെറ്റീരിയൽസ് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? വേർഡ് റീഡിംഗ് കാർഡും പിക്ചർ റീഡിംഗ് കാർഡും നിങ്ങൾ ജിഷാൻസിനോട് ചോദിക്കണം കേട്ടോ. ജിഷാൻസിനോട് ജിഷാൻസിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. മാം ഈ ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ഷേപ്പ് പോലെ ഉണ്ടാക്കണോ? ചാർട്ട് അല്ലെങ്കിൽ ഷേപ്പ് അങ്ങനെ ആക്കിയിരുന്നോ? ഇല്ല, ചാർട്ട് ആയാലും മതി. ചില കുട്ടികൾ ഷേപ്സ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് ഷേപ്സ്. നമുക്ക് കംഫർട്ടബിൾ ഏതാണോ അത് ചെയ്തോ. ഓക്കെ, ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്യും ചിലര്, ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അത് അതാ ഞാൻ ചോദിച്ചത്, ഈ സ്പിയറും കോണൊക്കെ വരുമ്പോ വെട്ടണേക്കാട്ടും കൂടുതൽ എളുപ്പം ഇതൊക്കെ വെച്ച് മോൾഡ് ചെയ്യണതായിരിക്കുമല്ലോ. ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു. അല്ല ചാർട്ട് ആണെങ്കിലും പ്രിഫറബിൾ ആണ്. കാരണം ചാർട്ട് ആവുമ്പളേ
നമുക്ക് കുട്ടികൾക്ക് ഷേപ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചാർട്ട് നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ മെറ്റീരിയൽ ചെയ്താലും മേ ബി മിസ്സായി പോയാലോ. മിസ് ട്രയാങ്കിൾസ് നമ്മൾ ഉണ്ടാക്കണ്ടേ? ട്രയാങ്കിൾസ് ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുക്കണം. കാർഡ്ബോർഡിലല്ലേ കട്ട് ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് ഞാൻ ചെയ്തെടുക്കാലോ അത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പോർഷൻ. ഡൗട്ട്സ് ഒക്കെ ഓക്കെ ആയോ? ഈ മെസ്സേജ് എപ്പോഴാണ് വന്നത്? ഈ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള മെസ്സേജ് കുറച്ച് ദിവസമായി. ആണോ? അത് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ കാരണം അതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നിട്ട് അല്ലേ? ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. കമ്മ്യൂണിക്കേഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ. മലയാളത്തിൽ നമ്മൾ എന്താ കമ്മ്യൂണിക്കേഷൻ പറയുന്നത്? ആശയവിനിമയം അല്ലേ? നമ്മൾ നമ്മളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ആശയങ്ങൾ, മെസ്സേജ്, ഐഡിയാസ് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഡെറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. കോമൺ മീൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കോമൺ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഹിയർ കമ്മ്യൂണിക്കേഷൻ ഈസ് ഷെയറിംഗ് ഓഫ് കോമൺ എക്സ്പീരിയൻസ്. വന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഷെയറിംഗ് ഓഫ് കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വേദിയാണ്. കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ദ പ്രോസസ് ഓഫ് പാസിംഗ് ഐഡിയ ഓർ ഫീലിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, ഫീലിങ്സ് പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ടെസ്റ്റിൽ നോക്കണ്ട. ടെസ്റ്റിൽ വേറൊരു സൈഡിൽ വേറൊരു ഭാഗത്താണ് ഈ ഒരു ടോപ്പിക് വരുന്നത് കേട്ടോ. ഞാൻ വായിക്കുന്ന ഒരു പോർഷൻ വരുന്നത് നമുക്ക് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാനിപ്പോ വായിക്കുന്നത് സ്കോപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഹെഡിന് കീഴിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഹെഡിന് കീഴിൽ വന്നിരിക്കുന്ന ആ ടോപ്പിക്കിൽ വായിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഐഡിയാസ്, ഫീലിങ്സ് നമ്മൾ പാസ് ചെയ്യുന്ന, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മുടെ ഐഡിയ, ഫീലിങ്സ് ഒക്കെ പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ അറ്റ്ലീസ്റ്റ് 2 persons ഉണ്ട് അല്ലെ? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? അല്ലെ? ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഞാൻ സെൻഡർ ആണ്. ഞാൻ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ആരാണ്? റിസീവേഴ്സ് ആണ് അല്ലെ? നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ? ഉണ്ട്. വൺ പേഴ്സൺ അലോൺ കനോട്ട് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോ സാധാരണയായിട്ടൊരു 10:25 ഞങ്ങൾ ടീച്ചേഴ്സ് ഈ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരാളാണ് ആദ്യം ക്ലാസ്സിൽ ജോയിൻ ആയത് അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കേണ്ട വരുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സിംഗിൾ പേഴ്സണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സെന്റർ മാത്രമായിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആണോ? അതാണ് അവിടെ പറയുന്നത്. വൺ പേഴ്സൺ അലോങ് കനോട്ട് ബി കമ്മ്യൂണിക്കേറ്റ്. ഒരാൾ മാത്രം ഉള്ളെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓൺലി എ റിസീവർ ക്ലോസ് ദ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്. സെൻഡർ ആ ഒരു ഇൻഫർമേഷൻ റിസീവർക്ക് പാസ് ചെയ്ത് റിസീവർ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് എന്ത് ചെയ്യുന്നത്? ക്ലോസ് ആകുന്നത്. Effective communication involves passing on idea at both information and understanding level. നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു, അത് കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ റിസൾട്ട് ആണ്. ആസ് സ്റ്റുഡന്റ് മേ ഹിയർ എ ടീച്ചർ ആൻഡ് gather information but not understand what has been communicated. സ്റ്റുഡൻസ് ഇപ്പം നമ്മള് എന്താ പറയാ, നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരും അല്ലെ? നമ്മളിവിടെ വന്നിരിക്കുന്ന എന്താണ് കാര്യങ്ങൾ, ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ?
അത് ഞാനെങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾ പഠിച്ചോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ ഞാൻ ചാപ്റ്റർ എടുത്തതിന് ശേഷം ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നത് നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഫീൽ വരും. ഓക്കെ, ഇല്ലേ? ഞാനിപ്പോ ഒരു ക്ലാസ് ഒരു ചാപ്റ്റർ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു സെമിനാർ പോലെ തരുമ്പോ എന്നേക്കാൾ മനോഹരമായിട്ട് എടുക്കില്ലേ? നല്ല കോൺഫിഡൻസ് നല്ലതാണ്. അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം അത് വ്യക്തമായി മനസ്സിലായി എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആ പറയുന്ന രീതിയിൽ നിങ്ങൾ മാറണം, നിങ്ങൾ ചേഞ്ച് ആവണം, അല്ലെ? നിങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കണം. ഇപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ മോണ്ടിസോറി കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടായിരുന്ന ക്യാരക്ടറിൽ എന്താ പറയാ, ക്യാരക്ടർ ആണോ ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ? അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? കുറച്ചെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങളുടെ അടുത്ത്, ഞാൻ പെട്ടെന്ന് റൈസ് ആവുന്ന ഒരാളായിരുന്നു, പെട്ടെന്ന് ചൂടാവുന്ന ഒരാളായിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പോ വളരെ കാമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിച്ചു. എപ്പോഴും അല്ലാണ്ട് ചില സമയത്ത് നമുക്ക് മൂഡ്സിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചൂടായി പോകും. അത് ചിലപ്പോ ആ ഒരു ദിവസം മാത്രമായിരിക്കും അങ്ങനെ പ്രശ്നം വരുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഓക്കെയാണ്, നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആണ്. നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ആ ഒരു പേഷ്യൻസും കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്. നമ്മളെ ഇൻഫോർമേഷൻസ് മറ്റുള്ള വ്യക്തികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചേഴ്സ്, നിങ്ങളും ഇനി എന്താണ് മോണ്ടിസോറി ഫാക്കൽറ്റീസ് ആയിട്ട് ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ടീച്ചേഴ്സ് ദംസെൽഫ് പാസിംഗ് ദ നോളജ് ഓൺലി. നമ്മൾ കുട്ടികളോട് ഒരുപാട് കാര്യങ്ങൾ പാസ് ചെയ്യുന്നത്, നോളജ് മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുന്നത് അല്ല. ഹൗ ടു ബിഹേവ്, ഹൗ ടു റെസ്പെക്ട് എൽഡേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ വി പാസ് സോ മച്ച് ഇൻഫർമേഷൻ ടു ദ സ്റ്റുഡൻസ്. നമ്മുടെ നോളജ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളോട് പാസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചർ ഹാസ് ടു ഇന്ററാക്ട് നോട്ട് ഓൺലി വിത്ത് ദ സ്റ്റുഡൻറ്. നമ്മൾ ഡയറക്റ്റ്ലി കുട്ടികളോട് മാത്രമായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുട്ടികളോട് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലല്ലോ. നമ്മൾ കുട്ടികളിലൂടെ പാരന്റ്സിനോടും ടീച്ചേഴ്സിനോടും അഡ്മിനിസ്ട്രേറ്ററിനോടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം. കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻ ദ യൂസ് ഓഫ് സിംബൽസ് ആൻഡ് എ വേർഡ് ഓഫ് ജസ്റ്റേഴ്സ്. നമ്മൾ സിംബൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ്സ് ആയിട്ട് നമ്മൾ സ്പോക്കൺ വേർഡ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ മനസ്സിലാകുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ തമ്പ് അല്ലെ, മനസ്സിലായി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, തമ്പായിരിക്കും. മനസ്സിലായില്ലെങ്കിലോ ഡിസ്ലൈക്ക് ആയിരിക്കും അല്ലെ. ഇനി നമ്മളുടെ സ്റ്റുഡൻസിൽ ഒരാൾ നല്ല രീതിയിലൊരു സെമിനാർ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കും, ക്ലാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും, നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, സിമ്പിൾസ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? സിമ്പിൾസ് ആർ ദ തിങ്സ് മെയ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ തന്നെ മെയ്ഡ് ചെയ്തിരിക്കുന്നതാ. പണ്ട് തമ്പ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, കുറെ ഉണ്ടായിരുന്നല്ലോ സിമ്പിൾസ് പണ്ട്. ചെറിയ ബി എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല, ഇല്ല, ലൈക്കും ഡിസ്ലൈക്കും. ഓക്കെ, അതാണ് ഒരു ആ ഓക്കെ. ലവ്, ഓക്കെ, അങ്ങനെ ലവ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലവ് എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ? പിന്നീടല്ലേ ഇങ്ങനെ കുറെ സിമ്പിൾസ്. ഓക്കെ, ഇങ്ങനെ അല്ലേ? ഓക്കെ, ഇപ്പോഴത്തെ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മള് സോറി ഞങ്ങളുടെ കുറെ പഴക്കമുള്ള ജനറേഷൻ, ഞാൻ ഇപ്പോഴത്തേക്ക് വന്നിട്ടില്ല, അതാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സിമ്പിൾസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ.
each symbol carry a meaning. അല്ലെ, ഓരോ സിമ്പിൾസിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. They are used for communicate with each other. നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾസ്. It can be picture, maybe picture ആവാം, or it sound like a told word ആവാം, സംസാരിക്കുന്ന വേർഡ് ആവാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് ആവാം. The use of symbols for communicating is defined as language. നമ്മള് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യണം, എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി അത് ഇംഗ്ലീഷിലായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉള്ള രീതിയിൽ സ്റ്റാൻഡേർഡ് എനിക്കൊരു ഓഫീസില് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില് എനിക്ക് എന്താണ് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന് മുമ്പായിട്ട് ഞാനൊരു ലെറ്റർ റൈറ്റ് ചെയ്യും അല്ലെ. അവിടെ ഞാൻ ലെറ്റർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കണ്ടക്ട് എന്ന് പറയുന്നത് സിമ്പിൾസ് ആയിരിക്കും, ഇത് ലാംഗ്വേജ് ആയിരിക്കും അല്ലെ. നമ്മൾ പണ്ട് പറയുമ്പോൾ ഒരുപാട് കാലം മുമ്പ് നമ്മള് എന്താ പറയാ, നമ്മുടെ ഇൻസ്റ്റന്റ് ടൈംസിൽ നമ്മൾ ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല, ഓർമ്മയുണ്ടോ? ഇല്ല, ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നമ്മള് പഴയ കേവ് പെയിന്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, കേവ് പെയിന്റിങ്സ്, ഗുഹയിലുള്ള പിക്ചേഴ്സും കാര്യങ്ങളും, അതെല്ലാം എന്താണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താ പറയാ, എന്താണ് ഏർലി ഹ്യൂമൻസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഇമേജസിലൂടെയും പിക്ചേഴ്സിലൂടെയുമാണ് അല്ലെ. അപ്പോ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലാംഗ്വേജിലൂടെയാണ് അല്ലെ, നമ്മൾ ലാംഗ്വേജിലൂടെയാണ്. ഇനി എനിക്കൊരു കാര്യം ഒരാളോട് പേഴ്സണലി സംസാരിക്കണം, ഇപ്പൊ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കണം എന്നാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്റെ മദർ ടങ് യൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് വേറെ ഏതൊരു ലാംഗ്വേജിലും സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു എന്താ പറയാ തൃപ്തി വരാറില്ല. വേറെ ഇപ്പൊ ഇംഗ്ലീഷ് ആയാലും മറ്റേതെങ്കിലും ലാംഗ്വേജസ് പ്രിഫർ ചെയ്താലും എനിക്ക് കംഫർട്ടബിൾ മദർ ടങ് ആണ്. മേ ബി എന്റെ മാത്രമായിരിക്കും ചിലപ്പോ. എനിക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, അത് ഓരോരുത്തരുടെ രീതിയിൽ വരും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ആണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് ആൻഡ് റിലേറ്റഡ്, ബട്ട് ടീച്ചിങ് ഇസ് മോർ ദാൻ മിയർ കമ്മ്യൂണിക്കേഷൻ. തോന്നിയിട്ടില്ലേ, നമ്മൾ കമ്മ്യൂണിക്കേഷനേക്കാൾ ഒരു സ്റ്റെപ്പ് മേലെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. നമുക്കും അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവും. കുറെ ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുന്നതല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. അവരെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്, കുട്ടികളുടേതായ രീതിയിൽ ബിൽഡ് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആണ് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ഷാനോൺസ് വേവർ മോഡൽ. അപ്പൊ ഷാനോൺ വേവർ മോഡൽ അദ്ദേഹം പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആണ് നിങ്ങൾ കാണുന്നത്. സെൻഡർ മെസ്സേജ് ട്രാൻസ്മിഷൻ ചാനലിലൂടെ റിസീവർക്ക് എത്തുന്നു. റിസീവർ അത് റീഡ് ചെയ്തിട്ട് തിരിച്ചു ഫീഡ്ബാക്ക് അയക്കുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സെൻഡർ മെസ്സേജ് മനസ്സിലായില്ല, ഞാനത് പറയാം. സെൻഡർ എന്ന് പറയുന്നത് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സെൻഡർ എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹൂ സെൻഡ് ദ മെസ്സേജ് ആണ്. ആരാണോ മെസ്സേജ് അയക്കുന്ന വ്യക്തി, അദ്ദേഹത്തിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, മെസ്സേജ് എന്ന് പറയുമ്പോൾ കൺവേർട്ടിംഗ് ദ ഐഡിയ ഇൻ ടു വേർഡ്സ്, സിമ്പിൾ, ജസ്റ്റേഴ്സ്. നമ്മുടെ ഐഡിയ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ വേർഡ്സ് ആയിട്ടും സിമ്പിൾസ് ആയിട്ടും ജസ്റ്റേഴ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാനലാണ് ട്രാൻസ്മിഷൻ ചാനൽ. ഇവിടെ ചാനൽ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ട്രാൻസ്മിഷൻ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ഏത് ചാനൽ മുഖേനയാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. മേ ബി ഞാൻ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇമെയിൽ എന്ന് പറയുന്ന ഒരു ചാനൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ പേഴ്സണൽ ആണെങ്കിലോ എനിക്ക് ഒരാളോട് പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വാട്സപ്പിലൂടെ ആയിരിക്കും മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ അങ്ങനെയാണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മെയിൽ അയക്കും. പേഴ്സണൽ ആണെങ്കിൽ വാട്സപ്പ് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു മീഡിയം ഏതാണോ നമ്മൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു മീഡിയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്മിഷൻ ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ റിസീവർ ആണ് അടുത്ത പേഴ്സൺ. റിസീവർ എന്ന് പറയുന്നത് മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസീവർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു റിസീവ് ദ മെസ്സേജ്. മെസ്സേജ് സ്വീകരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു, റിസീവർ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? റിസീവർ എന്ത് ചെയ്യുന്നു, ആ മെസ്സേജ് കിട്ടി നമ്മൾ റീഡ് ചെയ്യും അല്ലെ. ജസ്റ്റ് ഒരു എക്സാമ്പിള്, നിങ്ങളുടെ ഫ്രണ്ട് ഒരാള് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. നിങ്ങൾക്ക് ആ മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ ഡെലിവർ ആയി, നിങ്ങൾ അത് പ്ലേ ചെയ്ത് നോക്കും. അത് മനസ്സിലാക്കും അല്ലെ, മനസ്സിലാക്കും. മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കൂലേ, റിപ്ലൈ കൊടുക്കും. എന്നെ പോലെയല്ല, റിപ്ലൈ ഒക്കെ കൊടുക്കും. ഞാൻ മെസ്സേജ് റീഡ് ചെയ്യാ എന്ന് വെച്ചാൽ ഭയങ്കര ചിലപ്പോൾ നമ്മൾ ബിസി ആയി പോകും, ഭയങ്കരമായിട്ട് നമുക്ക് മെസ്സേജുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ ഞാൻ മെസ്സേജ് ഒക്കെ റീഡ് ചെയ്യണത് ഭയങ്കരമായിട്ട് ലാഗ് ആണെന്ന് എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട്. അപ്പോ ഫീഡ്ബാക്ക്, പ്രതികരണം, റിപ്ലൈ കൊടുക്കും അല്ലെ. നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആകുന്നത്. ഫീഡ്ബാക്ക് പോകുന്നു. നമ്മളെ റിസീവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു തമ്പ് അയച്ചാൽ പോലും അതൊരു ഫീഡ്ബാക്ക് ആണ് അല്ലെ. ഓക്കെ ആണെന്നൊരു തമ്പ് അയക്കുന്നു, അതൊരു ഫീഡ്ബാക്ക് ആണ്. അല്ലെങ്കിൽ ഓക്കെ എന്ന് മെസ്സേജ് അയക്കുന്നു, നമ്മൾ ആ മെസ്സേജ് റീഡ് ചെയ്തു എന്നുള്ളതിന് ഒരു ഫീഡ്ബാക്ക് ആയി. അതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് വേവർ മോഡലിൽ പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. സെൻഡർ മെസ്സേജ് ട്രാൻസ്മിഷൻ ചാനൽ വഴി റിസീവർക്ക് അയക്കുന്നു. റിസീവർ അത് റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിനു ശേഷം അതിന് ഫീഡ്ബാക്ക് സെൻഡർക്ക് അയക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ജസ്റ്റ് അതേ ഒരു മോഡൽ തന്നെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾ ആ ഒരു സർക്കിളിൽ കാണിച്ചിരിക്കുകയാണ്. സെൻഡർ എന്ത് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു, റിസീവർക്ക് അത് ലഭിക്കുന്നു, റിസീവർ അത് ഫീഡ്ബാക്ക് പോലെ സെൻഡർക്ക് അയക്കുന്നു. അവിടെ 2 ലൈൻ ഇട്ടിട്ട് ഇന്റർഫിയറൻസ് എന്ന് കണ്ടോ? ഇന്റർഫിയറൻസ് കാണുന്നുണ്ടോ? അതാണ് തടസ്സം. എന്നുവെച്ചാൽ നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഇതേപോലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഓക്കെ, തടസ്സം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർഫിയറൻസ് വരുമ്പോൾ നമ്മൾ അത് ഓവർകം ചെയ്യണം. മേ ബി ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്തു, പക്ഷെ എന്റെ ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല. ആ മെസ്സേജ് അവിടെ എത്തുമോ? ഇല്ല അല്ലെ. മെസ്സേജ് അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡെലിവർ ആകില്ല. അതൊരു തടസ്സമാണ് അല്ലെ. അപ്പോ അത് ചിലപ്പോ റിസീവർക്ക് ചിലപ്പോ കണക്ഷൻ ഉണ്ടാവില്ല. മേ ബി നമ്മൾ അയച്ച ലാംഗ്വേജ്, ഇപ്പൊ ഞാൻ ഇംഗ്ലീഷിലാണ് ഞാൻ റിസീവർക്ക് മെസ്സേജ് അയച്ചത്. റിസീവർക്ക് ആകെ മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പോഴും അവിടെ തടസ്സം നേരിട്ടില്ലേ. അപ്പോ എവിടെ ഏതൊരു സ്റ്റേജിലും നമുക്ക് തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ ആ തടസ്സങ്ങൾ ഓവർകം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബെർലോ മോഡൽ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. കുറച്ചും കൂടി നല്ല രീതിയിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണത്. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ടൈം ടേബിൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? സിലബസ് അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമാണോ? നെക്സ്റ്റ് വീക്ക് മുതൽ എന്റെ ക്ലാസ് ഫ്രൈഡേ ആയിരിക്കില്ല, തേഴ്സ്ഡേ ആയിരിക്കും എന്റെ ക്ലാസ്.
തേഴ്സ്ഡേ ജിഷാമിന്റെ ടൈമിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടോ, നെക്സ്റ്റ് വീക്ക് മുതൽ. ദെൻ പിന്നൊരു കാര്യം, ജിഷാമിന്റെ ക്ലാസ് ആയിരിക്കും ഫ്രൈഡേ വരുന്നത് കേട്ടോ. PG സ്റ്റാർട്ട് ചെയ്തല്ലേ? എങ്ങനെയുണ്ട്? എല്ലാവരും ക്ലാസ് ഒക്കെ തുടങ്ങിയോ? അല്ലെങ്കിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നോ? PG കുട്ടികള് ഓക്കെ അല്ലേ എല്ലാവരും? കുറച്ച് നമ്മൾ ഡിപ്ലോമേനേക്കാൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ PGനെ അപ്രോച്ച് ചെയ്യണം കേട്ടോ. അപ്പോ ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് എലാബറേറ്റ് ചെയ്ത് പഠിക്കാം. താങ്ക് യു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഇന്ന് ക്ലാസ് എടുത്ത് തന്ന മിസ്സിനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. താങ്ക് യു ഓൾ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് Thank you, ma'am. നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. താങ്ക് യു. താങ്ക് യു മാം.